ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പട്ടാമ്പി താത്താടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, എന്ന് നമ്മളില്ലേ വന്നിക്കുന്നത് ചിക്കൻ കറിയൊക്കെ ബാക്കി വന്നാലൊന്നും നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടൊന്നും കളയണ്ട കേട്ടോ. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിക്കോളി മക്കളെ, നല്ല രസമാണ്. എന്താണ് രസം എന്നാ പറയേണ്ടത്, കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിക്കോളി നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഇളം ചൂട് വെള്ളത്തിൽ നൈസ് പത്തിരിയുടെ പൊടിയായിട്ട് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയാൽ റെഡി ആവില്ല. അപ്പോൾ അതിനായിട്ടുള്ളൊരു പൊടി തന്നെ വേണം കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടിപൊളിയിൽ ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ പരത്തിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയും കുഞ്ഞിപ്പത്തിലും ഒന്ന് ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് കുറച്ച് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. എന്താ ഇരിക്കുന്നത്, എല്ലാവരും പത്തില്ല ഇത് കണ്ടിട്ട് തിരിച്ചു പോയതാ. അതിൽ ഷേപ്പൊന്നുമില്ല, എന്നാലും ഇങ്ങനെയല്ലേ പഠിക്കുക. ഇല്ല ഇതിൽ പഠിക്കുകയല്ലേ, സാരല്ല പോട്ടെ, അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. എല്ലാതും ഇങ്ങനെ തന്നെ പഠിക്കുന്നു. നമുക്ക് നമ്മൾ കുഞ്ഞിപ്പത്തി മുമ്പിട്ടെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൽ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടോ. 2 മണി കടുക് ഇടാത്തവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും കടുക് 2 മണി ഇടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ടോ. നമുക്ക് ഇനി ഒരു 5-6 ചെറിയ ഉള്ളി കൊടുക്കട്ടോ. അതിൽ ചെറിയ ഉള്ളി ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച കുറച്ച് തേങ്ങ, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം, ഒരു വെളുത്തുള്ളി, 2 ഗ്രാമ്പു, അത് നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് അരക്കണം കേട്ടോ. തേങ്ങ അരക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരച്ചാൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഇവിടെ ഏകദേശം തള വരുന്നതോട് കൂടെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തള വരണം കേട്ടോ. അപ്പോൾ ആ തള വന്നു എന്ന് കണ്ടാൽ നമുക്ക് എന്താ ചെയ്യുക, മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിത് അരക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ച കുഞ്ഞിപ്പത്തിരി നമ്മൾ ഈ തേങ്ങയിലേക്ക് ഒന്നുകൊണ്ടൊരു മറിച്ചു കൊടുക്കേണ്ട മച്ചാന്മാരെ. നമുക്ക് ഇതിനൊന്നും അങ്ങോട്ട് മറിക്കാം. ഈ കുഞ്ഞിപ്പത്തിരി ഈ തേങ്ങയിൽ കിടന്നിട്ട് അങ്ങോട്ട് ആ ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ഗ്രാമ്പും എൻ്റെ മണക്കൊണ്ട് വരുന്നുണ്ട് എൻ്റെ മക്കളെ. ഇതിൽ കിടന്നിട്ട് 2-3 മിനിറ്റ് ഇതിൽ കിടന്നിട്ട് ഒന്ന് സെറ്റാക്കാൻ കേട്ടോ. അപ്പത്തിന് നമ്മൾ വെള്ളമൊക്കെ അതിലിട്ട് ഈ തേങ്ങ അരച്ച വെള്ളം കണ്ടില്ലേ, അതൊക്കെ നന്നായിട്ടൊന്നുകൊണ്ട് വറ്റും. ഇങ്ങോട്ട് വേണം നമ്മളെ ചിക്കൻ്റെ കറി ഇതിലേക്കൊന്നുണ്ട് മറിക്കാനും മച്ചന്മാരെ. അപ്പോൾ ഇതാണ് നമ്മളെ മുതൽ കേട്ടോ. ഇതാണ് നമ്മളെ കുഞ്ഞിപ്പത്തിലേക്ക് ഒഴിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുഞ്ഞിപ്പത്തിലേക്ക് ഒഴിച്ചാലോ. നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡിയായിട്ടുണ്ട് മക്കളെ. മറിക്ക. ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും പാടം ഒന്നുണ്ട് ഇനി മുകളിൽ കൂടെ ഒന്നുണ്ട് വെതറി കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില അത് ഇതൊന്നിലുണ്ട് വെതറിയിട്ടാൽ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ മക്കളെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കാൻ വരും കേട്ടോ. മോളെ പാത്രം എടുക്കണക്ക് തരാം. അത് നമ്മളിനി ഒരു പിടി പിടിക്കാനും ഇവിടെ പോകുന്നു കേട്ടോ. പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് ഇത് പറയണം. ഇനി മണാ മതിയാ ഓക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ എല്ലാവരും. എന്തായാലും ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.